നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഹാഭാരതത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വീരപർവങ്ങളിൽ കർണനുണ്ട്, ദുര്യോധനുണ്ട്, അർജുനനുണ്ട്, ഭീഷ്മരുണ്ട്, ഇങ്ങ് അഭിമന്യു വരെയുണ്ട്. പക്ഷേ ഒരല്പം പുറകിൽ നിൽക്കുകയാണ് ഭീമൻ. ഭീമൻ സമാന്തരമായി ധാരാളം വീരേതിഹാസങ്ങൾ രചിച്ചിട്ടുണ്ട്. എങ്കിലും ആ വീരന്മാരുടെ കൂട്ടത്തിൽ ഒന്നാം നിരയിൽ ഭീമനെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപാട് അടരുകളും ആഴങ്ങളുമുള്ള കഥാപാത്രമാണ് ഭീമൻ്റേത്. വ്യാസൻ ഉറക്കപ്പറയാത്ത കുറേ കാര്യങ്ങൾ മഹാഭാരതത്തിലുണ്ട്. ആ മൗനത്തിൻ്റെ ഇടനാഴികളിലാണ് ഭീമൻ്റെ ഛായാചിത്രം വായനക്കാർ വായിച്ചെടുക്കുന്നത്. അത്തരം ആഴങ്ങളുള്ള ഭീമനെ കഥകളിയിൽ അവതരിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് 9 ഭീമന്മാർ ഒരേപോലെ വേദിയിലെത്തുന്നത്, അതും 9 പെൺകുട്ടികൾ. ഭീമൻ്റെ ഭാവങ്ങളുമായി കീചകവധം, ബഗവധം, കല്യാണ സൗഗന്ധികം, ദുര്യോധനവധം, ഭീമൻ്റെ വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാം. ഭീമസേനൻ, രണ്ടാമനായ ഭീമൻ. മഹാഭാരതത്തിൽ വായുപുത്രന് സ്ഥാനം 2എങ്കിലും MTയുടെ തൂലികയിലൂടെ മലയാളി വായനക്കാരൻ്റെ മനസ്സിൽ ഭീമൻ പ്രഥമ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കഥയിൽ നായകത്വം നഷ്ടപ്പെട്ടെങ്കിലും 100,000 ഭാവങ്ങളുടെ കരുത്തുണ്ട് ഈ കഥാപാത്രത്തിന്. വ്യത്യസ്ത ഭാവങ്ങളെ 9 കലാകാരികളിലൂടെ അരങ്ങിലെത്തിച്ചിരിക്കുകയാണ് ഭീമം കരുണാകരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം വൈക്കം കരുണാകരൻ്റെ അനുസ്മരണ ചടങ്ങിലാണ് മകളും കഥകളി കലാകാരിയുമായ രഞ്ജിനി സുരേഷിൻ്റെ ശിഷ്യർ വിവിധ ഭീമന്മാരായി വേദിയിലെത്തിയത്. ഭഗവധം, ദുര്യോധനവധം, കല്യാണ സൗഗന്ധികം, കീചകവധം എന്നീ കഥകളിലെ ഭീമൻ്റെ വേഷങ്ങളാണ് അവതരിപ്പിച്ചത്. ഇതിൽ തന്നെ ഭഗവധം കഥയിലെ 5 രംഗങ്ങളിലെത്തിയത് 5 ഭീമന്മാരാണ്. പാണ്ഡവരിൽ ഏറ്റവും കരുത്തനാണ് ഭീമൻ. യുധിഷ്ഠിരനെ കീഴടക്കാനുള്ള എളുപ്പവഴിയായി ദുര്യോധനൻ എല്ലാ കാലത്തും കരുതിയിരുന്നതും ഭീമനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. പാണ്ഡവരുടെ കോട്ടയായിരുന്നു ഭീമൻ. എന്നാൽ ഉള്ളിൽ ഏറ്റവും ആർദ്രഭാവങ്ങളുള്ള ഭീമൻ മറുവശത്തുണ്ട്. ഭഗവധം കഥയിൽ തന്നെ ഹിഡുംബിയുമായുള്ള രംഗം അതിനുദാഹരണമാണ്. മീരാസനലാണ് ഇതിൽ ഭീമനായി രംഗത്തെത്തിയത്. പതിഞ്ഞ താളത്തിലാണ് ഈ രംഗം. വളരെ പതുക്കിയുള്ള താളത്തിൽ കഥകളി അവതരിപ്പിക്കുക എന്നത് കുറച്ച് ശ്രമകരമാണ്. ഭഗവധം ഭാഗത്തിലെ കഥയിലെ ബാലേ വരിക എന്ന് പറയുന്ന ഒരു പദമാണ് ചെയ്തത്. അത് വളരെ ചിട്ടയായിട്ട് ചെയ്യുന്ന ഒരു പദമാണ്. പതിഞ്ഞ പദമാണ്. 32 അക്ഷരകാലത്തിൽ ചെമ്പട പതിഞ്ഞ കാലത്തിലുള്ള ഒരു പദമാണ് കളിച്ചത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന കഥയായതുകൊണ്ട് തന്നെ കുറച്ച് വിഷമമാണെന്നാണ് പറയുന്നത്. അത് ഓരോ മുദ്രയും സമയമെടുത്ത് അങ്ങനെ കാണിക്കണം. അതിന് പാണ്ഡവർ വനത്തിലെത്തിയ സമയത്ത് ആദ്യകാലത്ത് വനത്തിലെത്തിയ സമയത്ത് ഹിഡുംബനുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഹിഡുംബനെ കൊന്ന് ഇരിക്കുകയാണ് ഭീമൻ. അപ്പോൾ ഒറ്റയ്ക്കാവുകയാണ്. ഹിഡുംബൻ്റെ അനുജത്തി ഹിഡുംബി ഒറ്റയ്ക്കാവുന്നു. അപ്പോൾ ഹിഡുംബിയെ കൊണ്ട് ഭീമനെ പാണ്ഡവർ കല്യാണം കഴിപ്പിക്കും. ഭീമനും ഹിഡുംബിയും തമ്മിലുള്ള സീൻ ആണ് ഞാൻ കളിച്ചത്. ബാലേ വരികന്യ, അത് ശൃംഗാരം ആണ് അതിലെ ഭാവം വരുന്നത്. മാതാവായ കുന്തിയുമായുള്ള രംഗത്ത് ഭീമൻ അങ്ങേയറ്റം ആദരവോടും ബഹുമാനത്തോടെയും നിൽക്കുന്നു. 5ാം രംഗമാകട്ടെ ഭഗവധമാണ്. ഇതിൽ രൗദ്രഭാവമാണ് ഭീമന്. പാണ്ഡവരുടെ വനവാസകാലത്ത് ബകാസുരൻ എന്ന രാക്ഷസനെ വധിക്കുന്നതാണ് കഥ. ബഗനായി ആറന്മുള ജയദേവ് വേദിയിൽ പകർന്നാടി. ശിവഗംഗ രാധാകൃഷ്ണൻ, മീരാ സനൽ, ഇന്ദീവര ശ്രീനിവാസൻ,
മാളവിക സന്തോഷ്, ജാനകി ജയറാം, നിരുപമ മഹേഷ്, ജയന്തി ദേവരാജ്, ദേവിക ആർ മേനോൻ, വരദ പരമേശ്വരൻ എന്നിവരാണ് വ്യത്യസ്ത ഭീമന്മാരെ വേദിയിലെത്തിച്ചത്. പെൺകുട്ടികളാണ് എല്ലാ ഭീമന്മാരെയും അവതരിപ്പിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട്. കലാമണ്ഡലം വൈക്കം കരുണാകരൻ്റെ മകൾ രഞ്ജിനി സുരേഷിൻ്റെ ശിക്ഷണത്തിലാണ് എല്ലാവരും കഥകളി അഭ്യസിക്കുന്നത്. രഞ്ജിനിയുടെ മകൾ കാമ്യയും ഹിഡുംബിയായി വേദിയിലെത്തി. ഭീമൻ്റെ പല ഭാവങ്ങൾ, ശൃംഗാരവും വീരവും കരുണവും അതുപോലെ എന്താ പറയുക രൗദ്രവും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള പല പല ഭഗവതം, കീചകവധം, കല്യാണ സൗഗന്ധികം, ദുര്യോധനവധം, അങ്ങനെ കഥകളിയിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് വ്യത്യസ്ത ഭീമന്മാരുള്ളതെന്ന് വെച്ചാൽ ഒന്ന് വലലൻ, അത് ഈ കിരീടമൊന്നും ഇല്ലാത്ത മീശയൊക്കെ വരച്ചിട്ടുള്ളൊരു വേഷവും, പിന്നെ രൗദ്രഭീമൻ അത് മുഖത്ത് തന്നെ ഭയം തോന്നുന്ന രീതിയിലുള്ളൊരു വേഷമാണ് നമ്മളിതിനകത്ത്. വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വേഷം എന്ന് പറയാനുള്ളൂ ഭീമൻ്റെ. അപ്പോൾ ഒരു 10 വയസ്സുകാരി മുതൽ ഒരു 50 വയസ്സുകാരി വരെ നമ്മളിതിനകത്തുനിന്ന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പുരുഷനൊഴിച്ച് ബാക്കി എല്ലാം പെൺകുട്ടികൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. പഠിക്കുന്ന എല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ മകളെന്നുള്ള പ്രത്യേകത എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി അത് കൊണ്ടു നടക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് സന്തോഷമാണ്. 11 വർഷമായി രഞ്ജിനി സുരേഷ് കഥകളി അഭ്യസിപ്പിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷം കൃഷ്ണം കരുണാകരം എന്ന പേരിൽ കൃഷ്ണവേഷങ്ങളെ അരങ്ങിലെത്തിച്ചിരുന്നു. ഇടപ്പള്ളി കഥകളി ആസ്വാദക സദസ്സുമായി സഹകരിച്ചായിരുന്നു പരിപാടി. എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള കഥകളി സ്ഥാപനമാണ്. അവിടെ കഥകളിയാണ് പഠിപ്പിക്കുന്നതും അധികവും പെൺകുട്ടികളും സ്ത്രീകളുമാണ് അവിടെ പഠിക്കുന്നത്. 11 വർഷത്തോളമായി ഞങ്ങൾ തുടങ്ങിയിട്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുട്ടികളെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർഷികം പോലെയുള്ളൊരു പരിപാടി ആലോചിച്ചിരുന്നത്. ധാരാളം കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഇതിനകത്തേക്ക് കടന്നു വരികയും ഒരു 30ഓളം വിദ്യാർത്ഥിനികളുണ്ട് ഇപ്പോൾ അവിടെ. അച്ഛനെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, വളരെ വേഗം മരിച്ചുപോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ ശക്തിയും ഒരു പക്ഷേ എന്നെ ഏൽപ്പിച്ചിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ പ്രധാന വേഷം കൃഷ്ണൻ, ഹംസം, ഹനുമാൻ അങ്ങനെയുള്ള വേഷങ്ങളായിരുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന കലാപ്രകടനമാണ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്നത്. സദസ്സ് നിറയെ കഥകളി ആസ്വാദകരും നിറഞ്ഞു. വേദിയിൽ ഭീമവേഷങ്ങൾ മാറി മാറി വന്നു. കഥകളിയെ സംബന്ധിച്ച് അരങ്ങിലെ പോലെ തന്നെ അണിയറയിലും കാഴ്ചകൾ ഒരുപാടുണ്ട്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് മുഖത്തെഴുത്ത്. ഇപ്പോഴും പരമ്പരാഗത രീതികളാണ് പലരും പിന്തുടരുന്നത്. പച്ചയും കത്തിയും മിനുക്കും താടിയും എല്ലാം വേദിയിലെത്തിക്കാൻ ചെറിയ അധ്വാനമല്ല വേണ്ടത്. ഏകദേശം ഒരു 30 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. 30-32 കൊല്ലമായിട്ട് ഉണ്ട്. പിന്നെ എൻ്റെ ചെറിയച്ഛൻ എൻ്റെ ഗുരുനാഥനാണ്. ചെറിയച്ഛൻ്റെ അടുത്ത് നിന്ന് അത് പഠിച്ചത് കലാതലം പരമേശ്വരൻ എന്ന് പറയും. അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പം മനുഷ്യനെ ഒരു അമാനുഷ്യനാക്കി തീർക്കുന്ന ഒരു സംഭവമാണ് കഥകളി മേക്കപ്പ്. ആദ്യത്തെ 2 പച്ചവേഷം ചെയ്തു, പിന്നെ ഒരു ദുശാസനം, ബഗൻ, പിന്നെ ഇതിപ്പോൾ രൗദ്രഭീമൻ. പച്ചവേഷമൊന്നും വലിയ വ്യത്യാസമില്ല. ഭീമൻ അതൊക്കെ തന്നെ. രൗദ്രഭീമന് മാത്രമേ ഇത്തിരി വ്യത്യാസമുള്ളൂ. അതൊരു വ്യത്യസ്ത കഥാപാത്രം. പച്ചവേഷം തന്നെയാണ്, പക്ഷേ അതിൻ്റെ തേപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഉള്ളിൽ കറുത്ത പേപ്പർ വയ്ക്കുക, അത് വേഷം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്, അങ്ങനെയാണ് വേഷങ്ങളെ തരംതിരിച്ചേക്കുന്നത്. ഉത്തമ സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളാണ് പച്ചവേഷം. ഭീമസേനൻ പച്ചവേഷത്തിലാണ് അരങ്ങിലെത്തുന്നത്. മുഖത്തിന് പച്ച നിറം നൽകി കിരീടവും മെയ്യാഭരണങ്ങൾ ധരിച്ചെത്തുന്നതാണ് പച്ചവേഷം. പച്ചിരി അരിമാവൻ തന്നെയാണ് പണ്ട് ഉപയോഗിച്ചിട്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കല്ലേ വെച്ച് അരച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. അത് മനയോല എന്ന് പറയും. മഞ്ഞക്കല്ല. അത് പൊടിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് അരച്ച് അതിൻ്റെ കൂടെ നീലം ചേർക്കുമ്പോഴാണ് പച്ച കളർ കിട്ടുന്നത്. മുഖത്ത് കീഴ്ത്താടിയിൽ ചുട്ടിക്ക് പകരം വട്ടത്താടി വെക്കുന്നതാണ് താടി വേഷങ്ങൾ. ഇതിൽ തന്നെ ദുഷ്ടകഥാപാത്രങ്ങൾക്കുള്ള വേഷമാണ് ചുവന്ന താടി. ബഗൻ ചുവന്ന താടിയാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കും നൽകുന്നതാണ് മിനുക്കുവേഷം. തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള നിറക്കൂട്ടാണ് ഇവർക്ക് നൽകുക. തലയിൽ കൊണ്ടകെട്ടി പട്ടുവസ്ത്രം കൊണ്ട് മറയ്ക്കുന്നതും മിനുക്കിലാണ്. ഹിഡുംബിയും കുന്തിയും എല്ലാം അരങ്ങിലെത്തുന്നത്
മിനുക്കുവേഷത്തിലാണ്. കഥകളിക്ക് അതിൻ്റെ പൂർണ്ണത കൈവരുന്നത് കഥകളി സംഗീതത്തിലൂടെയാണ്. അരങ്ങത്ത് കളിക്കുന്ന കലാകാരന് താളവും ഭാവവും പകർന്നു നൽകുന്നത് ഗായകരാണ്. ആദ്യകാലങ്ങളിൽ ഒരാൾ മാത്രമാണ് പാടിയിരുന്നതെങ്കിൽ ഇപ്പോൾ 2-3 പേർ ഒരേ സമയം പാടാറുണ്ട്. ചെണ്ട, ഇടയ്ക്ക, ശുദ്ധമദ്ദളം തുടങ്ങിയ ഉപകരണങ്ങളാണ് ഉപയോഗിക്കാറ്. ഗായകരുടെ നീണ്ട നിരയാണ് ഭീമം കരുണാകരത്തിന് ഒപ്പമുണ്ടായിരുന്നത്. വളരെ ചിട്ടപ്രധാനമുള്ളതും പിന്നെ ചിട്ട അല്ലാത്ത രംഗങ്ങളുമായിട്ട് കോർത്തിണക്കിയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ ഈ പതിഞ്ഞ കാലത്തിലുള്ള പദങ്ങളൊക്കെ പഠിപ്പിച്ചും പാടാനും ചെയ്യാനും സമ്പ്രദായം, അതായത് കളരി സമ്പ്രദായത്തിൽ ചിട്ടപ്രകാരമായിട്ട് ചെയ്ത് പഠിക്കേണ്ട സാധനങ്ങളാണ്. ഭാവത്തിനനുസരിച്ച് നമ്മൾ പാടുന്നതിൽ രാഗങ്ങളിലെ രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആ ഭാവത്തിനനുസരിച്ച് നമ്മൾ വൃത്തിയായിട്ട് പാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടക്കാലത്ത് വെച്ച് കഥകളി സംഗീതത്തിൽ വളരെ കുട്ടികൾ കുറഞ്ഞു വന്നിരുന്നു. ഇപ്പോൾ അത് മാറി. നിറങ്ങളിലും ഗാനങ്ങളിലും താളങ്ങളിലുമെല്ലാം ഭീമനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എത്രത്തോളം വലുതാണ് ഭീമൻ എന്ന് തിരിച്ചറിയാൻ ഇനിയും ആസ്വാദകർക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ആരിൽ നിന്നും സ്നേഹമോ അംഗീകാരമോ ലഭിക്കാത്ത, എല്ലാവർക്കും തണലാകേണ്ടി വരുന്ന ഭീമൻ, എല്ലായ്പ്പോഴും രണ്ടാമനാകുന്ന ഭീമൻ, എല്ലാവർക്കും ആയുധമാകുന്ന ഭീമൻ, ഹിഡുംബിയെ സ്വീകരിച്ച ഭീമൻ, സ്തബ്ധനായി നിന്ന മകൻ്റെ മരണത്തെ ഏറ്റുവാങ്ങുന്ന ഭീമൻ, എല്ലാവരും കണ്ടിട്ടും ആരും കാണാത്ത ഭീമൻ വേദിയിലെ പച്ചവേഷധാരികളിലൂടെ വീണ്ടും വീണ്ടും പുനർജനിക്കുകയാണ്. ഒരുപാട് വായിക്കാനും അഭിനയിക്കാനും ഇനിയും ഭീമൻ ബാക്കിയുണ്ട്.